ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് ശിഷ്യന്മാരോട് യേശു പറയുന്നത്, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, എന്നെ ഏകനായി വിട്ടിട്ട് പോകും. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഏകനല്ല, എന്നോടൊപ്പം എൻ്റെ പിതാവുമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുമായിട്ട് യഹോവ ഏകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുവനേ ഉള്ളൂ, ഒരുത്തൻ മാത്രം എന്ന അർത്ഥത്തിലാണ്. യഹോവ എന്ന് പറയുന്ന ആൾ ഒരുവൻ മാത്രമേ ഉള്ളൂ. യേശുവിനോടൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞത് യേശുവിന്റെ ശിഷ്യന്മാരോടാണ്. യഹോവ ഏകൻ തന്നെ എന്ന പ്രസ്താവന പഴയ നിയമത്തിലാണ്. യഹോവ ഒരുത്തൻ മാത്രം എന്ന് വെച്ചാൽ യഹോവ എന്ന് പറയുന്നവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 16-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 20-ാം വാക്യം, ഇവിടെല്ലാം വളരെ കൃത്യമായി ഇത് എഴുതിയിട്ടുണ്ട്. യഹോവ എന്നവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്നതാണ്. യഹോവ ഏകൻ